Good afternoon. Good afternoon, ma'am. Good afternoon. Okay. Prayer ആരാണ്? Good afternoon all. Prayer ആരാണ്? Prayer ആരാണ്? കേൾക്കുന്നില്ലായിരുന്നു. ഞാൻ prayer പറയും. ഞാൻ ചൊല്ലാം മിസ്സേ. പറഞ്ഞോടാ. കാരുണ്യം കോലുന്ന സ്നേഹസ്വരൂപാനിൻ കാരുണ കൈവണങ്ങുന്നു ഞങ്ങൾ. വായുവും വെള്ളവും മണ്ണും ആകാശവും അഗ്നിയും നിന്റെ അനുഗ്രഹങ്ങൾ. പ്രാണനും ബുദ്ധിയും ശക്തിയും ദേഹവും പ്രാണനിൽ പ്രാണൻ നിന്റെയല്ലോ. എന്തിനും നീതെ വിളങ്ങട്ടെ ദൈവമേ നിൻ തിരുനാമവും കാരുണ്യവും. നല്ലതേ തോന്നാവൂ നല്ലതേ ചൊല്ലാവൂ നല്ലതേ ചെയ്യാവൂ നിൻ കൃപയാൽ. എന്നും അതിനുള്ള ബുദ്ധിയും ശക്തിയും തന്നരുളേണമേ തമ്പുരാനേ. So, timing and thought of the day. എന്തോ അതിന് പ്രിപ്പയർഡ് ആണെങ്കിൽ പറയാം. ഞാൻ ജസ്റ്റ് ഒരു ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത്. നമ്മള് ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആണ് അല്ലെ? എല്ലാ ചാപ്റ്റേഴ്സും എടുത്തിട്ടില്ലേ? യെസ് മാം, അത് കംപ്ലീറ്റ് ആണ്. സെക്കൻഡ് പാർട്ട് കംപ്ലീറ്റ് ആണ് അല്ലെ? യെസ്. തേർഡ് പാർട്ടില് ഏതൊക്കെ ചാപ്റ്റേഴ്സിന് എടുക്കാനുള്ളത്? തേർഡ് പാർട്ടില് ഇപ്പോ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി മോണ്ടിസോറി ടേംസ് കൂടെ ഉള്ളൂ അല്ലെ? അതേ ഉള്ളൂ. ഓക്കെ, അത്യുഷ് ടീച്ചറാണ് എടുക്കുന്നത്. മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റ് ഫോർത്ത് പാർട്ടില് ഞാൻ ഇന്ന് എടുക്കുന്ന ഡെവലപ്മെന്റ് പ്രൊഫൈലാണ്. ഇന്ന് തീരും. വേറെ ഏതെങ്കിലും പോർഷൻ മിസ്സിംഗ് ഉണ്ടോ? എടുക്കാത്തുണ്ടോ? നമ്മുടെ മൂവ്മെന്റ്സിനല്ല ആ ചാപ്റ്ററിന്റെ MCQ ഇട്ടിട്ടില്ലല്ലോ മിസ്സേ. MCQ വന്നിട്ടില്ല മൂവ്മെന്റ്സിന്റെ അല്ലെ? ഇല്ല വന്നിട്ടില്ല. കാണാല്ല. കൊടുത്തിട്ടുണ്ട്, വരൂ കേട്ടോ. MP5 മൂവ്മെന്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഇടാൻ വിട്ടുപോയതായിരിക്കും കേട്ടോ. ഓക്കെ. പിന്നെ കമ്മ്യൂണിക്കേഷനോ തന്നിട്ടില്ല? കമ്മ്യൂണിക്കേഷൻ വന്നോ? ഇല്ല, വന്നിട്ടില്ല. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഉണ്ട് MCQ. ഓക്കെ, പിന്നെ ഇന്ന് എടുക്കുന്ന ചാപ്റ്ററിന്റെ MCQ വരും കേട്ടോ. 3 അടുപ്പിച്ച് എന്നോടൊന്നും തോന്നില്ലേ. ഒന്ന് റീഡ് ചെയ്തിട്ട് ഇത് ചെയ്താൽ മതി കേട്ടോ. ഞാൻ മൂവ്മെന്റ്സിന്റെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ഞാൻ കൊടുത്തിട്ടില്ല. അതിന് കൊടുക്കണ്ട. ഓക്കെ, അപ്പൊ ഞാൻ അത് സെറ്റായി കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നമ്മുടെ പോർഷൻസ് ഒക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ മൊഡ്യൂളില് ലാസ്റ്റ് ചാപ്റ്റർ, എന്റെ ലാസ്റ്റ് യൂണിറ്റ്സ് ആണ് ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ടൈം ഉണ്ടെങ്കിൽ പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോകും കേട്ടോ. ടൈം ഉണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ഏരിയ ആയിരിക്കും ഞാൻ എടുക്കുന്നത്. നമ്മൾ പ്രാക്ടിക്കൽ ഏരിയയില് മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ആ കണ്ടന്റ് റീഡ് ചെയ്ത് ഫുൾ റീഡ് ചെയ്ത് നമ്മളിങ്ങനെ ലെക്ചർ ക്ലാസ് പോലെ നമുക്ക് കാര്യം എക്സാം ഇല്ല. ഓക്കെ, നമുക്ക് എക്സാം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനാണ് അത് പഠിപ്പിക്കുന്നത്. അപ്പോ നമ്മൾ എന്താണ് പ്രാക്ടിക്കൽ ആയിട്ട് അത് ചെയ്യാനായിട്ടാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. എല്ലാവരും അങ്ങനെയായിരിക്കും. ചെറിയ കാര്യങ്ങൾ ഇപ്പൊ സെൻസർ ഏരിയ എന്ന് വരുമ്പോ എന്തൊക്കെയാണ് സെൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തിയറി വേണ്ടത് മാത്രമേ പറയുള്ളൂ. അല്ലാത്തതെല്ലാം നമ്മൾ പ്രാക്ടിക്കലി ചെയ്യിച്ചാണ് വിടുന്നത്. ഓക്കെ, അപ്പോ ചാപ്റ്റർ എടുക്കാം. ഡെവലപ്മെന്റ് പ്രൊഫൈൽ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് അല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ അതെ, കംപ്ലീറ്റ് ആണ്. അപ്പോ ഡെവലപ്മെന്റ് പ്രൊഫൈലാണ് എടുക്കുന്നത്. വേറെ ആരും സംസാരിക്കുന്നില്ല. എസ്റ്ററൊക്കെ ഒന്നും സംസാരിക്കാത്തെ? മാം പറയണ്ടല്ലോ ചിത്ത. അല്ല, ബാക്കി ആരും മിണ്ടാണ്ടിരുന്നപ്പോ ഞാൻ വിചാരിച്ചത് പറ്റി ഒരാളും സംസാരിക്കുന്നില്ല. ഓക്കെ,
എല്ലാവരും ഒരുമിച്ചാണ് സംസാരിക്കാറ്. അപ്പോ ഒരു ഇൻഫർമേഷനും കൂടി തരാം. നിങ്ങളുടെ ആ മോണ്ടിസോറി ടേംസ് 10th യൂണിറ്റ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാം ഉണ്ടാവും കേട്ടോ, മോഡൽ എക്സാം ഉണ്ടാവും. ഓക്കെ, എന്നാണോ മോണ്ടിസോറി ടേംസിന്റെ ചാപ്റ്റർ തീരുന്നത്, ദെൻ നെക്സ്റ്റ് ഡേ മുതൽ സ്റ്റഡി ലീവ് ആയിരിക്കും. ഒന്നും പറയാനായിട്ട് ടൈം ഉണ്ടാക്കില്ല, നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. മാക്സിമം എല്ലാ MCQസും നല്ല രീതിയിൽ നോക്കാം. പിന്നെ എന്താണ്, ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്യുക. എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോ നമുക്കറിയാം ഞാൻ 5 ക്വസ്റ്റിനെ കുറിച്ച് തരുന്നത്, എന്നാൽ പോലും ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് ഒരു കൺക്ലൂഷൻ അറിയാം ഈ ചാപ്റ്ററിൽ ഇന്നതായിരിക്കും എന്നുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് മാക്സിമം കോൺഫിഡൻസ്, ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ബാച്ച് ആണ്. അപ്പോ നിങ്ങൾ വരുന്ന രീതിയിൽ, ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. ചാപ്റ്റേഴ്സ് ഒക്കെ നന്നായിട്ട് റീഡ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിച്ചു ഒന്നുകൂടി ക്ലിയർ ചെയ്യാം. പിന്നെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അത് ഹാങ് ആവാതെ നോക്കണം. നെറ്റ് അവൈലബിൾ ആയിരിക്കണം. ഈ സ്പെയർ ആയിട്ടൊരു മൊബൈൽ ഫോൺ കൂടി കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം MT4ന്റെ കുട്ടികൾ എക്സാം എഴുതിയ സമയത്ത് അവർക്ക് അങ്ങനെ ഹാങ് ആയ പ്രശ്നം എന്നോട് പറഞ്ഞു. അപ്പൊ അവര് ഒരു ഫോണും കൂടി എടുത്ത് അതിലാണ് രണ്ടാമത് എക്സാം എഴുതി സബ്മിറ്റ് ചെയ്തത്. ലാസ്റ്റ് ടൈമിലാണ് ആ കൂടി സബ്മിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ടെൻഷൻ ആവും, ഓവർ ടെൻഷൻ ആവും. അയ്യോ എന്നാലും സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് പോലും തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ മാക്സിമം എന്ത് ചെയ്യുക, 2 ഫോൺ എടുത്ത് കൈ പിടിക്കുക, എന്നിട്ടൊക്കെ തന്നെ എക്സാം എഴുതാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. എക്സാം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാനൊന്നും പാടില്ല. കാരണം നിങ്ങളിപ്പോ വിചാരിക്കും ഞങ്ങള് സംസാരിച്ചാലൊന്നും കേൾക്കില്ലല്ലോ, അവിടെ സംസാരിച്ചാൽ കേൾക്കില്ലല്ലോ എന്നൊക്കെ. പക്ഷെ എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, പിന്നെന്താണ്, ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്ന ക്ലാസ്സുകളിൽ ചോദിച്ച് ക്ലിയർ ആക്കാം. ഇനിയിപ്പോ എന്റെ പോർഷൻസ്, ഞാൻ എടുത്ത പോർഷൻസിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ, അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഈ ആഴ്ച അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കോട് കൂടി തന്നെ ക്ലിയർ ചെയ്ത് പോവാട്ടോ. ഓക്കെ, ഈ യൂണിറ്റോട് കൂടി ഭാഗങ്ങളൊക്കെ കഴിയുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ്, നമ്മൾ ആദ്യം മുതൽ മാം എടുത്ത ഭാഗമൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു പോകുമോ? ഇമ്പോർട്ടൻ്റ് ഉള്ളത് പിന്നെ റിവിഷൻ പോലെ. അങ്ങനെയാണെങ്കിൽ ഞാൻ കാര്യം ചെയ്യാം, ക്വസ്റ്റ്യൻസ് തരാം. ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് നിനക്ക് ഇപ്പൊ ഞാൻ ഇന്ന് ഒരു 3 ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് റിവിഷൻ പോലെ തരാം. ഓക്കെ, 10-15 ക്വസ്റ്റ്യൻസ് വെച്ച് റിവിഷൻ കൊടുക്കട്ടെ അഫ്സ? അത് മതിയോ? അങ്ങനെ ചെയ്താൽ മതി. ലൈവ് ക്ലാസ്സിൽ എടുക്കാൻ പറ്റില്ല നമുക്കത്. ഞാൻ ക്വസ്റ്റ്യൻസ് തരാം, ഗ്രൂപ്പിൽ ഇടാൻ പറയാം. അത് മതിയോ? അത് മതി മാം. ലൈവ് ക്ലാസ്സിൽ എടുക്കാൻ പറ്റില്ല, കാരണം എന്റെ പോർഷൻസ് ഇനിയുണ്ട്. നമുക്ക് ഇതുണ്ട്, പ്രാക്ടിക്കൽ സെഷൻ ഉണ്ട്. ഞാൻ പ്രാക്ടിക്കൽ സെഷനിൽ കുറച്ച് ലാഗ് ആവില്ലേ, അതുകൊണ്ടാണ് കേട്ടോ, തോന്നരുത്. ഞാൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾ 5th റെക്കോർഡ് മാക്സിമം അതേപോലെ തന്നെ പകർത്തി എഴുതാം. അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യുക, ഉണ്ടെങ്കിൽ മാത്രം കറക്റ്റ് ചെയ്യുക. പിന്നെ ആ ഫോട്ടോസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്, ഇമേജസ്. അത് ശരിക്കും വായിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ ആ ഇട്ടേക്കുന്നത്. ക്ലിയർ അല്ലല്ലോ, പിക്ചർ ഒന്നും അത്ര കാണാനും പറ്റുന്നില്ല. എടാ, അത് പിക്ചർ കിട്ടും നിങ്ങൾക്ക്. ഞങ്ങള് പിക്ചർ സ്കാൻ ചെയ്തെടുത്തിട്ട് അവരത് ഫോട്ടോ ചിലപ്പോൾ പ്രിന്റ് ചെയ്ത് തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും, കളർ പ്രിന്റ് എടുക്കാൻ പറ്റും. മെറ്റീരിയൽസ് ഇപ്പൊ ഫ്രെയിമിന്റെ ഒക്കെ മെറ്റീരിയൽസ് അതിൽ കാണുന്നില്ലേ? നിങ്ങൾ കണ്ടോ? റെക്കോർഡ് നോക്കിയാ? എഴുതിയതൊന്നും ക്ലിയർ അല്ലേ മിസ്സേ, വായിക്കാൻ പറ്റുന്നില്ല. ഒട്ടും പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ല. ബുദ്ധിമുട്ടുണ്ട് മിസ്സേ. ക്ലിയർ ആയിട്ട് ഇതാണെങ്കിൽ നമുക്ക് ഇതല്ലുള്ളൂ മിസ്സേ. അത് ഒട്ടും നമുക്ക് ഇത് നോക്കി എഴുതും, നമ്മുടെ വെറുതെ സമയം പോകാന്നുള്ളതുള്ളൂ. കാരണം അല്ലെ വേറെ റെക്കോർഡ് മേടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഒന്നാണ് ചോദിക്കുന്നത്. ആരും ഷെയർ ചെയ്യുന്നു? ഞാനേ എനിക്ക് തോന്നുന്നത് ഇതൊരു കൊച്ചു എഴുതിയിട്ടുള്ളത് സ്കാൻ ചെയ്ത കോപ്പിയാണത്. ഹാൻഡ് റൈറ്റിങ്ങിന് പ്രശ്നമായിരിക്കും. എന്തെങ്കിലും ഒരു കോപ്പി കിടപ്പുണ്ട്, ഞാൻ അതാണോ നോക്കട്ടെ. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഏത് ഇട്ടിരിക്കുന്നത് നോക്കട്ടെ, ഏതാണ് PDF ഇട്ടിരിക്കുന്നത് നോക്കട്ടെ. അത് ക്ലിയർ അല്ലെങ്കിൽ എന്റെ കയ്യിലുള്ള PDF ഞാൻ സെറ്റ് ചെയ്ത് തരാം, ഇടാൻ പറയാം. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഞാൻ ചെക്ക് ചെയ്യാം കേട്ടോ, റെക്കോർഡിന്റെ കാര്യം ഞാൻ തോന്നി ചെക്ക് ചെയ്യാവേ. ബാക്കിയുള്ള റെക്കോർഡ് ഞാനല്ലേ പറഞ്ഞത്? ബാക്കി എല്ലാ റെക്കോർഡും കംപ്ലീറ്റഡ് ആണ്. ഇനി ഇതാണ് ഈ റെക്കോർഡ് ചിലപ്പോൾ ഞാൻ തന്നെ ഇരുന്ന് പറഞ്ഞു തരും, കുഴപ്പമില്ല. മാക്സിമം ഞാൻ നോക്കട്ടെ കേട്ടോ, പറയാം കേട്ടോ. നമ്മൾ ചാപ്റ്ററിലേക്ക് പോവാണ്, ടൈം അധികം കളയാനില്ല. അതുകൊണ്ട് ചാപ്റ്ററിലേക്ക് പോവാണ്. ഡെവലപ്മെന്റ് പ്രൊഫൈലാണ്. നമുക്കറിയാം കുട്ടികൾക്ക് എന്താണ് റിപ്പോർട്ട് കാർഡ് ഉണ്ടാവും.
കുട്ടികളുടെ ഓരോ പ്രാവശ്യത്തെയും ആ ഡെവലപ്മെന്റ് നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് റിപ്പോർട്ട് കാർഡ് സാധാരണ സ്കൂളുകളിലുണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമിലെ എക്സാമിന്റെ മാർക്ക്, സെക്കൻഡ് ടൈമിലെ എക്സാമിന്റെ മാർക്ക്, തേർഡ് ടൈമിലെ എക്സാമിന്റെ മാർക്ക്, എന്നിട്ട് നമുക്ക് ഓവറോൾ ഒബ്സർവേഷൻ നടത്തും. അതേപോലെ അല്ല, കുറച്ച് വ്യത്യസ്തമുണ്ട് നമ്മുടെ റിപ്പോർട്ട് കാർഡിനെ. നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നത് അവരുടെ ഓരോ ഡെവലപ്മെന്റ് ആണ്, ഈച്ച് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടികളുടെ ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് എങ്ങനെയുണ്ട്, നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ്, ഇപ്പൊ അവർക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരും എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആദ്യ ക്ലാസ്സിലേക്ക് വന്ന പോലെയല്ല നിങ്ങൾ ഓരോരുത്തരും. രമേശ് ആയാലും പിങ്കി ആയാലും ഫാത്തിമ ആയാലും രേഷ്മ ആയാലും മായ ആയാലും ഇപ്പൊ ആരായാലും നമ്മൾ ആ ഫസ്റ്റ് ടൈമിൽ വന്നിരിക്കുന്ന ഒരു കുട്ടിയല്ല. ഇന്നിപ്പോ ലാസ്റ്റ് ക്ലാസ് ഞാൻ എടുക്കുമ്പോൾ എന്റെ മുമ്പിലുള്ള ഇത്രയും കുട്ടികൾ നിങ്ങൾ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ എന്നല്ല പറയാം, ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരു ക്ലാസ്സിലേക്ക് നല്ല കോൺഫിഡൻസോടെ എനിക്ക് പറഞ്ഞു വിടാനായിട്ട് പറ്റും. നിങ്ങൾ അത്രയും നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് വരും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതെന്തുകൊണ്ടാ, നിങ്ങളുടെ മാറ്റാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇവിടെ വന്നിട്ടുള്ളതെന്നാണ് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുന്നത്, ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ റെക്കോർഡ് ചെയ്യുന്നത്. Okay, നോക്കാട്ടാ. It is difficult to give mark on how well a child can run and how many complex sentences a child can speak. അത് ഭയങ്കര പാടാണ്. ഇന്ന കുട്ടിക്ക് ഇത്രയും മാർക്ക് അല്ലെങ്കിൽ ഇത്രയും മാറ്റം വന്നിട്ടുണ്ട്, അത് എഴുതി വെക്കാൻ ഭയങ്കര ടഫാണ്. ഇപ്പൊ ഇന്ന ആൾക്ക് 10% ഇംപ്രൂവ്മെന്റ് ഉണ്ട്, 20% ഇംപ്രൂവ്മെന്റ് ഉണ്ട്, അങ്ങനെ എഴുതി വെക്കാൻ ഭയങ്കര പാടാണ്. അതുപോലെ കുട്ടിക്ക് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റൻസ് സ്പീക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ആദ്യം വന്ന സമയത്ത് നമുക്കിങ്ങനെ പറയാം, കോമൺ ആയിട്ട് പറയാം, ഇംഗ്ലീഷിൽ ഇപ്പൊ കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ് ഉണ്ട് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ എന്നാലും അത് എഴുതി വെക്കാനായിട്ട് പാടാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, in the report card you will state the improving stages of the children in all the facts of development. നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഓരോ ഫാക്ട്സ് ആയിരിക്കും നമ്മൾ എന്ത് എഴുതുന്നത്, റിപ്പോർട്ട് കാർഡിൽ എഴുതുന്നത്. ദിസ് വിൽ ഹെൽപ്പ് ദ പാരന്റ് confirm they have themselves have observing and also help the parents pinpoint in which accept their children need more guidance through support, assistance and environment. നമ്മൾ റിപ്പോർട്ട് കാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ റിപ്പോർട്ട് കാർഡ് വഴി കുട്ടികൾക്ക് പാരന്റ്സിനെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കുട്ടികൾ എവിടെയാണ് ഇപ്പോ, ഏത് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്, അവർക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്, ഇംപ്രൂവ്മെന്റ് എടുത്തോ, മാർക്ക് എന്തെങ്കിലും എടുത്തോ, നമ്മൾ എന്തെങ്കിലും അസിസ്റ്റൻസ് കൊടുക്കാനുണ്ടോ, സപ്പോർട്ട് കൊടുക്കണ്ടോ എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് വരും. അവർക്ക് പാരന്റ്സിന് അത് ഹെൽപ്ഫുൾ ആണ്. This types of report card of the child is called development profile of the child. നമ്മൾ സാധാരണ സ്കൂളിലെ റിപ്പോർട്ട് കാർഡ് നമ്മൾ മോണ്ടിസോറിയിലേക്ക് പറയുമ്പോൾ അത് ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്നാ പറയുന്നത്. കുട്ടിയുടെ ഡെവലപ്മെന്റ് ആണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ടൈപ്പ് ഡെവലപ്മെന്റ്സ് ആണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. കുട്ടികളുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്, കുട്ടിയുടെ നമ്മള് വ്യക്തിത്വം അല്ലെങ്കിൽ അവന്റെ ക്യാരക്ടർ, അവന്റെ ഇമോഷൻസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ അവൻ നമ്മള് സൊസൈറ്റിയോട് എങ്ങനെ പെരുമാറുന്നത്, കൂട്ടുകാരോട് എങ്ങനെയാ പെരുമാറുന്നത് എന്നുള്ള കാര്യങ്ങൾ ഫസ്റ്റ് എഴുതുന്നത് സോഷ്യൽ ആൻഡ് ഡെവലപ്മെന്റിൽ. then physical development, ഗ്രോത്ത്, ഹൈറ്റ്, വെയിറ്റ് കാര്യങ്ങൾ, അതേപോലെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതിയിരിക്കും. കോഗ്നിറ്റീവ് വെച്ചിട്ടുണ്ടെങ്കിൽ വിജ്ഞാനപരമായിട്ടുള്ള അറിവ്, ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്തോന്നുണ്ട്. ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഇപ്പൊ അവൻ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യുന്നുണ്ടോ, ഓക്കെ ടിക്ക് കൊടുക്കുക. ഇംഗ്ലീഷ് ഇപ്പൊ റൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ടിക്ക്. ഇംഗ്ലീഷ് ഇപ്പോ റീഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്, ടിക്ക്. അപ്പൊ അങ്ങനെ ഓരോ കോളങ്ങൾ ഉണ്ടാവും, നമ്മൾ അതനുസരിച്ച് മാർക്ക് ചെയ്യും. ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, കുട്ടികൾ ഇപ്പൊ ക്രിയേറ്റീവ് ആയിട്ട് ഓരോ മെറ്റീരിയൽസ് അവന്റെ രീതിക്ക് ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ മെറ്റീരിയൽസ് എങ്ങനെയാണോ അവന് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിൽ അവൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അപ്പൊ നമ്മളത് നോക്കിയിട്ട് ആ കോളങ്ങൾ അത് എന്ത് ചെയ്യും, ആൻസർ ചെയ്യും അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കും. ടീച്ചേഴ്സ് ആണ് ചെയ്യുന്നത്. ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞല്ലോ, പെർ നമ്പർ ഓഫ് സ്കിൽസ്, നമുക്ക് കുട്ടിക്ക് എത്ര സ്കിൽ ഉണ്ട്, പെർ റൈറ്റിംഗ് സ്കിൽസ്, എഴുതാനായിട്ട് തുടങ്ങിയിട്ടുണ്ടോ, ബേസിക് കൺസെപ്റ്റ് സച്ച് ആസ് കളർ, ഷേപ്പ് കൺസെപ്റ്റ്. നമ്മൾ മോണ്ടിസോറിലേക്ക് വരുമ്പോൾ നമ്മൾ കളറൊക്കെ കുട്ടികളെ പഠിപ്പിക്കും. കളർ ടാബ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് കളറൊക്കെ പഠിപ്പിക്കും. കളറിംഗ് ബോക്സ് ഉണ്ടല്ലോ നമ്മുടെ, അത് യൂസ് ചെയ്ത് നമ്മൾ കുട്ടികളെ കൊണ്ട് എന്ത് പഠിപ്പിക്കും, കളറിംഗ് ഒക്കെ പഠിപ്പിക്കും. അപ്പൊ അത് അവർ കളർ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങിയോ, ഷേപ്പ് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അപ്പൊ സ്ക്വയർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ, ട്രയാങ്കിൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ, ക്യൂബുകൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ കുട്ടികളെ കൊണ്ട് നോക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ടിക്ക് ചെയ്യും. ലാംഗ്വേജ് ആണെങ്കിൽ ലിസണിംഗ് സ്കിൽ ഉണ്ടോ, ഓറൽ എക്സ്പ്രഷൻ, അവർ തിരിച്ച് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ. ഇപ്പൊ കുട്ടികളെ കൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ടോൾ, ബിഗ്, സ്മോൾ, ഷോർട്ട് ഒക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ ഈ പെൻ കണ്ടിട്ട് ഇത് ബിഗ് സ്മോൾ പെൻ,
വലിയൊരു പേന കാണിക്കുകയാണെങ്കിൽ അത് ബിഗ് പെൻ. അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാക്കുന്നുണ്ടോ, അവർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. അതാണ് ലാംഗ്വേജ്. അപ്പോൾ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ലിസൺ ചെയ്തതോ അവർക്ക് സ്പീക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് നോക്കും. ക്രിയേറ്റീവ് എക്സ്പ്രഷനിൽ കുട്ടികൾ മ്യൂസിക്കിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, പാടുന്നുണ്ടോ, അവര് ഡ്രോ ചെയ്യുന്നുണ്ടോ, പെയിന്റ് ചെയ്യുന്നുണ്ടോ, ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ടോ, ഡ്രാമാസ്, റോൾ പ്ലേ, മേക്കിംഗ് അപ്പ് എ പേഴ്സൺ, സ്ട്രോങ് പോയംസ് അവർ പറയുന്നുണ്ടോ, ഗെയിമിനൊക്കെ ആക്റ്റീവ് ചെയ്യുന്നുണ്ടോ, അവർ നന്നായിട്ട് കളിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. കാരണം സാധാരണ സ്കൂളിൽ ചെയ്യുന്നതിലും ഇത്തിരി ഡിഫറൻസ് ഉണ്ട് നമുക്കറിയാതെ മോണ്ടിസോറിയിൽ ചെയ്യുമ്പോൾ. കാരണം ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ആ കുട്ടിയുടെ ഡെവലപ്മെന്റ്സ് വേറെ എവിടെയും റെക്കോർഡ് ചെയ്യില്ല. സാധാരണ സ്കൂളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മാർക്കുകളുടെ ബേസിലാണ്. നമ്മൾ അങ്ങനെയല്ല ഒരു കുട്ടീനെ ഒബ്സർവ് ചെയ്യുന്നത്. ഇതിന് വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ നമ്പർ ഓഫ് സ്കിൽസ് ഉണ്ട്, പ്രീ റൈറ്റിംഗ് സ്കിൽസ് എന്തൊക്കെ ഉണ്ട് നോക്കും. അപ്പൊ അവർക്ക് കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി, ഷേപ്സ് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി, ആൽഫബറ്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി, നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കുട്ടികളെ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. നമ്പേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങിയ അഡീഷൻസ് നോക്കും, സബ്സ്ട്രാക്ഷൻസ് നോക്കും, മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കും, ഡിവിഷൻ പഠിപ്പിക്കും. ഇനി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് അതാണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് മുതൽ ഞാൻ മാത്തമാറ്റിക്കൽ ഏരിയ ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് കുട്ടികളെ ഓറൽ ആൻഡ് ലിസണിങ് സ്കില്ലുകൾ ഉണ്ടോ നോക്കും. അതേപോലെ ക്രിയേറ്റീവ് ഐഡിയാസ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവരെ എൻഗേജ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്ത് നമ്മൾ ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ എഴുതി വെക്കും. ഓക്കെ, ഈ ഒരു ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതിന്റെ ഒരു സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. സാമ്പിൾ പേജ് ഓഫ് ഒബ്സർവേഷൻ ഓഫ് ദി ചൈൽഡ്. ഒരു കുട്ടിയുടെ ഒബ്സർവേഷന്റെ ഒരു സാമ്പിൾ പേജ് നമുക്ക് തന്നിട്ട് ആ കുട്ടിയുടെ പേര് എഴുതാനായിട്ട് നെയിം കോളം ഉണ്ട്, ഏജ് എഴുതുന്നുണ്ട്. ഒരാളുടെ പേര് എന്താണ്, വിഹാൻ ആണെന്ന് വിചാരിക്കും. വിഹാൻ എഴുതി, ഏജ് 3 years ആണ്, അഡ്രസ് എഴുതി, ടെലിഫോൺ നമ്പർ എഴുതി, ഫാദേഴ്സ് നെയിം ആൻഡ് ഒക്യുപ്പേഷൻ, മദേഴ്സ് നെയിം ആൻഡ് ഒക്യുപ്പേഷൻ, വെയിറ്റ്, ചൈൽഡ് വെയിറ്റ്, ഹൈറ്റ്, കുട്ടിയുടെ ഹൈറ്റ് എത്രയുണ്ട്, കുട്ടിയുടെ വെയിറ്റ് എത്രയുണ്ട് നമുക്ക് കൗണ്ട് ചെയ്യും. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ഒക്കെ ആണെങ്കിൽ അത് എഴുതും. സോഷ്യൽ എമോഷണൽ ഡെവലപ്മെന്റ് താഴെ കുറെ ബോക്സുകളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് അനുസരിച്ച് ഓരോ സ്കൂളിൽ എങ്ങനെയാണ് അത് എഴുതുന്നത് അതനുസരിച്ചിരിക്കും. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് റൈറ്റ് ചെയ്ത് തുടങ്ങി, റീഡ് ചെയ്ത് തുടങ്ങി, അങ്ങനെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം, ലാംഗ്വേജ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഓക്കെ, അല്ലെങ്കിൽ മലയാളം റീഡ് സ്പീക്കിംഗ്, ഇംഗ്ലീഷ് റീഡ് ആൻഡ് റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് റീഡിങ് അങ്ങനെ എഴുതി വെക്കും. ക്രിയേറ്റീവില് ഡ്രോയിങ്, മ്യൂസിക് അല്ലെങ്കിൽ സിംഗിങ് അങ്ങനെ ഓരോന്ന് എഴുതി വെക്കും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ വരുന്നത്. മിസ്സേ, ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനകത്ത് ഇതിനകത്ത് പ്രീ നമ്പർ സ്കിൽ എന്നാണ് മിസ്, പെർ നമ്പർ സ്കിൽ എന്നത് പെർ നമ്പർ സോറി, പ്രീ നമ്പർ സ്കിൽ, പ്രീ റൈറ്റിംഗ് സ്കിൽ അതെന്താണെന്ന് അറിയാമോ? സോറി ചെയ്താ. ഇപ്പൊ പ്രീ നമ്പർ സ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു കാര്യം കൗണ്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കില്ലേ? ഞാൻ ആ റീഡ് ചെയ്തതിന്റെ പ്രശ്നമാണ് നയ. ഓക്കെ, അപ്പൊ അല്ലേ നമ്മൾ സാധാരണ കുട്ടികളെ കൊണ്ട് കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കില്ലേ? ഓക്കെ, ഹിബ മ്യൂട്ട് ആയിക്കോളാം. അപ്പല്ലേ നമ്മള് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവരെ കൊണ്ട് തന്നെ ചെയ്യും, കൗണ്ട് ചെയ്യിപ്പിക്കും. നമ്പേഴ്സ് പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. 1 minute കേട്ടോ. ഓക്കെ, നമ്മള് നമ്പേഴ്സ് യൂസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യും, നമ്മള് കുട്ടികളെ കൊണ്ട് കൗണ്ട് ചെയ്യാനായിട്ട് നമ്പേഴ്സ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഇപ്പൊ പിങ്ക് ടവർ തന്നെ യൂസ് ചെയ്ത് കൗണ്ട് ചെയ്യാൻ പഠിക്കും. 1 2 3 4 5 അങ്ങനെ. അതേപോലെ റൈറ്റിംഗ് സ്കില്ലിന് മുമ്പ് തന്നെ അവര് അത് നമ്മള് ടാബ്ലറ്റ്സ് ഉണ്ടല്ലോ, നമ്മളുടെ ടച്ചിങ് ടാബ്ലറ്റ്സ് ഏതാണ്, ആൽഫബറ്റ്സ് നിങ്ങൾ സാൻഡ് പേപ്പറിലൊക്കെ ചെയ്തിട്ടില്ലേ? അതൊക്കെ ടച്ച് ചെയ്ത് പ്രീ റൈറ്റിംഗ് സ്കിൽ അവർക്ക് വരുത്താണ്. നമ്മള് ഫിംഗർ വെച്ച് എന്ത് ചെയ്തു, ടച്ച് ചെയ്ത് നോക്കി അതങ്ങനെ മനസ്സിലാക്കാം. ഇപ്പൊ എ എന്ന് പറയുമ്പോൾ എ ഇങ്ങനെയാണ് എന്നുള്ളത് അവരെന്ത് ചെയ്യണം, മനസ്സിലാക്കാണ്. ഓക്കെ, എ ഇങ്ങനെ, അപ്പൊ അത് ടച്ച് ചെയ്ത് അവർ മനസ്സിലാക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുക. ഞാൻ ട്രീന്ന് പെട്ടെന്ന് റീഡ് ചെയ്ത് അങ്ങോട്ട് പോയപ്പോ എന്റെ ഇതിൽ പോയതാണ്ട. ഓക്കെ, ബാക്കിയെല്ലാം ക്ലിയർ ആണോ? ഓക്കെ, നമ്മള് ഇനി ഒരു ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മളിപ്പം ഇവിടേക്ക് നിങ്ങളിപ്പോ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വരാണെങ്കിൽ ഇപ്പോ ഇന്ന ദിവസം ഇന്ന ടീച്ചറാണ്, അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് പോർഷൻ എടുക്കണം, ആർക്കൊക്കെ എന്തൊക്കെ പോർഷനാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് തരുന്നുണ്ട്, ചാർട്ട് ചെയ്ത് തരുന്നുണ്ട് അല്ലെ?
ഇപ്പൊ ഇന്ന ടീച്ചറിന്റെ പോർഷൻ എടുക്കാണ്, ഇന്ന ടീച്ചറിൻ്റെതാണ് എടുക്കേണ്ടത്, കൈകാര്യം ചെയ്യുന്നത്, എല്ലാവർക്കും അവരവരെടുക്കേണ്ടത് അവരവരുടെ എബിലിറ്റിക്ക് അനുസരിച്ച് സബ്ജക്റ്റ് നമുക്ക് ഡിവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മളൊരു ക്ലാസ്സിലേക്ക് പോകണം, നിങ്ങൾ ഓരോരുത്തരും ഒരു ക്ലാസ്സിലേക്ക് പോകണം, നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാവും ഇല്ലേ? പ്രാക്ടിക്കലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ടൈം ടേബിൾ തന്നിട്ടുണ്ടാവും ഇല്ലേ? നിങ്ങൾ ഇന്ന അവറാണ് കയറുന്നത്, ഇന്ന അവറുകൾ ഇന്ന ക്ലാസ്സിലാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന പോർഷൻസ് ആണ് കവർ ചെയ്യുന്നത്. ഇതാണ് ടൈം ടേബിൾ. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാൻ ആണ്. നമ്മുടെ ആ ഒരു 1 hour ആണെങ്കിൽ 1 hour എങ്ങനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യണം, എന്ത് സബ്ജക്റ്റ് ആ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യണം, എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള ഒരു എന്താ പറയാ ലെസൺ പ്ലാൻ ആയിരിക്കും നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, the timetable is detailed plan showing the schedule of the time allocation to various subjects and activities. നമ്മൾ ഈ സബ്ജക്ട്സിനും ഈ ആക്ടിവിറ്റീസിനും കൊടുത്തിരിക്കുന്ന ടൈം കറക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈം ടേബിൾ എന്ന് പറയുന്നത്. യൂഷ്വലി ദ ടൈം ടേബിൾ ഈസ് പ്രിപ്പയർഡ് ഫോർ എ വീക്ക്. സാധാരണയായിട്ട് വീക്ക്ലി ആണ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത്. ടു ബി റിപ്പീറ്റഡ്, സാധാരണയായിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് വരും. All the work in the school is carried out systematically in tune with the timetable. ഈ ടൈം ടേബിൾ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എല്ലാ വർക്കുകളും എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്ത് പോകുന്നത്. The outstanding work of the school depends on suitable timetable. ഇനി ബാക്കിയുള്ള വർക്ക് ഉണ്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം ടേബിൾ അനുസരിച്ച് ഫ്രീ ആയിരിക്കുന്ന ടീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, അസൈൻ ചെയ്ത് കൊടുക്കും. Hence the timetable is said to be second school clock. അപ്പോൾ ടൈം ടേബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡ് സ്കൂൾ ക്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്, ടൈം ടേബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡ് സ്കൂൾ ക്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കണ്ടന്റ്സ് ഓഫ് ടൈം ടേബിൾ ആണ് പറയുന്നത്. ജസ്റ്റ് റീഡ് ചെയ്ത് പോവാൻ സിമ്പിൾ ആണ്, എനിക്കറിയാം നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, റീഡ് ചെയ്ത് പോകണമെന്നുള്ളൂ. ടൈം ഓഫ് ദ ബിഗിനിങ് ആൻഡ് എൻഡിങ് ഓഫ് ദ ഡേ, സ്കൂൾ ഡേ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 9:30 ആയിരിക്കും. നമ്മൾ എൻഡ് ചെയ്യുന്ന എപ്പോഴാണ്, 3:30. 9:30 to 3:30 ഉള്ള ടൈമാണ് നമ്മൾ കൊടുക്കുന്നത്. ടൈം ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് എൻഡിങ് ഓഫ് ഈച്ച് പീരിയഡ്. ഇപ്പൊ 9:30 തുടങ്ങുന്ന അവർ 10:30 ആയിരിക്കും തീരുന്നത്. 9:30 to 10:30, 10:30 to 11:30, 11:30 to 12:30, then break. അങ്ങനെ ടൈം നമ്മൾ അലോക്കേറ്റ് ചെയ്യും, ഓർ അങ്ങനെ ടൈം അലോക്കേറ്റ് ചെയ്യും. സബ്ജക്ട് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫർ ഡ്യൂറിങ് എ സ്പെസിഫിക് സ്പെസിഫൈഡ് പീരീഡ്. അപ്പൊ നമ്മൾ ആ ടൈമിൽ കൊടുക്കേണ്ട സബ്ജക്ട് എന്താണ്, എന്ത് ആക്ടിവിറ്റി ആണ് കൊടുക്കുന്നത്. ഞാൻ ക്ലാസ്സിലേക്ക് കയറാണെങ്കിൽ, ഇന്നത്തെ സെമിനാർ ആണെങ്കിൽ ഇന്ന ദിവസം സെമിനാറിന് ടൈം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചായിട്ട് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്ത് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈം എങ്ങനെയാണ്, സബ്ജക്ട് എന്താ കൊടുക്കേണ്ടത്, ഡേ ഓൺ വിച്ച് ദ ഈച്ച് സബ്ജക്ട് ആൻഡ് ഈച്ച് ആക്ടിവിറ്റി ടു ബി ഹാൻഡിൽ. ഏത് ദിവസമാണ് നമ്മൾ ഏത് സബ്ജക്ട് കൊടുക്കണം, ഏത് ആക്ടിവിറ്റി കൊടുക്കണം, അത് ഏത് ആക്ടിവിറ്റി ഏത് ദിവസം കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ടൈം ടേബിൾ ഉണ്ടാവും. നെയിം ഓഫ് ദ ടീച്ചർ ഇൻ ചാർജ് ഓഫ് ഈച്ച് ഡിവിഷൻ ഓഫ് ഈച്ച് സ്റ്റാൻഡേർഡ്. ഓരോ ക്ലാസ്സിലെയും എല്ലാ സ്റ്റാൻഡേർഡിലെയും എല്ലാ ഡിവിഷനിലെയും ക്ലാസ് ടീച്ചേഴ്സ്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ആരാണ് അറിയോ? മിസ്സാണോ മിസ്സേ? അതാണ്, കാരണം എന്താണ്, 2 hour ഉണ്ട് എനിക്ക്. സോ ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. കാരണം കൂടുതലായി ഉണ്ടായിരുന്നു, അപ്പൊ എനിക്കാണ് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നത്. അപ്പൊ ഏത് ടീച്ചർ, അതേപോലെ നിങ്ങളും ഒരു ക്ലാസ്സിൽ ചെയ്യുമ്പോൾ ആ ഒരു ക്ലാസ്സിന്റെ ടീച്ചർ ആവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. പോർഷൻസ് കറക്റ്റ് ആയിട്ട് തീർന്നോ നോക്കണം, ഏതെങ്കിലും ചാപ്റ്റേഴ്സ് മിസ്സായി. എന്റെ കാര്യം അങ്ങനെയാണ്, ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്റെ കുട്ടികൾക്ക് ഒരു ക്ലാസ് മിസ് ആവരുത്, അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റീരിയൽസ് മിസ് ആവരുത് നമ്മൾ പ്രാക്ടിക്കൽസ് ചെയ്യുമ്പോൾ. അങ്ങനെയൊക്കെ കുറച്ച് ഡ്യൂട്ടീസ് ആർക്ക് ഉണ്ടാവും, ക്ലാസ് ടീച്ചർക്ക് ഉണ്ടാവും. റൂം ഇൻ വിച്ച് ഈച്ച് ക്ലാസ് മീറ്റ്സ്. ഏത് ക്ലാസ്സിൽ ഏത് റൂമിലായിരിക്കണം ഏത് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്, അതിനെ കുറിച്ചിട്ട് ടൈം ടേബിൾ വ്യക്തമായിരിക്കണം. ഡീറ്റെയിൽ റെപ്രസെന്റിംഗ് ദ റിസൾട്ട് ഓഫ് ക്ലാസ്. ആ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, പീരീഡ്സ്, ആ പീരീഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. നമുക്ക് 3 ടൈപ്പ് ടൈം ടേബിൾ ആണ് സാധാരണ നോർമലി ഉണ്ടാവാറ്. അപ്പൊ അതില് ക്ലാസ് ടൈം ടേബിൾ, ടീച്ചേഴ്സ് ടൈം ടേബിൾ, മാസ്റ്റർ ടൈം ടേബിൾ. ക്ലാസ് ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ ഏത് ക്ലാസ്സിന്, ഇപ്പൊ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിന് അങ്ങനെ വേണം. LKG സെഷന് ഇന്ന ടൈം ടേബിൾ, ഇന്ന സബ്ജക്റ്റുകൾ, നമ്മുടെ സബ്ജക്ട് പറയുന്നത് നമ്മൾ ആക്ടിവിറ്റീസ് ആണ്, ഇന്ന ആക്ടിവിറ്റീസ് അലോക്കേറ്റ് ചെയ്യും. ദിസ് ഇസ് മെന്റ് ഫോർ ദ classes. This will shows the dissemination of the subject, details of the subject.
നിങ്ങളുടെ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. There should be a general timetable showing class-wise distribution of subject. നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ക്ലാസ് വൈസ് ആയിട്ട് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ് ക്ലാസ് ടൈം ടേബിൾ പറയുന്നത്. നെക്സ്റ്റ് ടീച്ചേഴ്സ് ടൈം ടേബിൾ ആണ്. എവറി ടീച്ചർ ഷുഡ് ഹാവ് എ കോപ്പി ഓഫ് ഹിസ് ടൈം ടേബിൾ ഓഫ് ഹിസ് വർക്ക്. എനിക്കറിയാം ഇപ്പൊ ഇന്ന് മൺഡേ ആണ്, ഇന്ന് എത്ര അവർ ഉണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. കാരണം നമ്മൾ 1 മിനിറ്റ് ലേറ്റ് ആവാനും പാടില്ല, 1 മിനിറ്റ് എക്സ്ട്രാ എടുക്കാനും പാടില്ല. സോ കറക്റ്റ് ടൈമിൽ എന്റെ പോർഷൻ കറക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. അത് എന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ എനിക്ക് എത്ര ടൈം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ക്ലാസ്സിലേക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് എനിക്കിപ്പോ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നിങ്ങൾ ഒരു ക്ലാസ്സിൽ ചെയ്തപ്പോൾ പ്രാക്ടിക്സിലോ അല്ലെങ്കിൽ ജോബിൽ കയറി കഴിയുമ്പോൾ നിങ്ങളുടെ ടൈമിന് ഭയങ്കര വാല്യൂ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ടൈം ടേബിളിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാവും. നിങ്ങൾ സ്വയമായിട്ട് ടൈം ടേബിൾ ഒക്കെ പ്രിപ്പയർ ചെയ്യും. മൺഡേ ഇന്ന ദിവസം എനിക്ക് ഇന്ന ക്ലാസ്സിലാണ്, മൺഡേ നെക്സ്റ്റ് അവർ ഇന്ന ക്ലാസ്സിലാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ടീച്ചേഴ്സ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യും. എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, നിങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യണതാ. This timetable will shows the class in which he is to be taught in specific period. ആ പീരീഡിൽ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് എന്ത് ചെയ്യുന്നത്, എടുക്കേണ്ടത്, ക്ലാസ് എടുക്കേണ്ടത്. Consolidated teachers timetable should be available with the headmaster. എല്ലാ ടീച്ചേഴ്സിന്റെയും ടൈം ടേബിൾ നമ്മളുടെ ഒക്കെ കയ്യിൽ നമ്മളുടെ മാത്രമേ ടൈം ടേബിൾ ഉണ്ടാവുള്ളൂ. പക്ഷെ ഹെഡ് മാസ്റ്ററിന്റെ കയ്യിലാണെങ്കിൽ എല്ലാവരുടെയും ടൈം ടേബിൾ ഹെഡ് മാസ്റ്ററിന്റെ കയ്യിൽ ഉണ്ടാവും. ഓക്കെ, ഇനി മാസ്റ്റർ ടൈം ടേബിൾ ആണ്. മാസ്റ്റർ ടൈം ടേബിൾ എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ടൈം ടേബിൾ ആണ്. ഹെഡ് മാസ്റ്ററിന്റെ കയ്യിലുള്ള ടൈം ടേബിളാണ് നമ്മൾ മാസ്റ്റർ ടൈം ടേബിൾ എന്ന് പറയുന്നത്. അങ്ങനെ ടൈം ടേബിൾ നോക്കിയാലാണ് ഏത് ടീച്ചറാണ് ഇന്ന് അവർ ഫ്രീ ആയിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ ക്ലാസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഏതെങ്കിലും ടീച്ചർ ലീവ് ഒക്കെ ആവുന്ന സിറ്റുവേഷനിൽ ഏത് ടീച്ചറിനെ നമുക്ക് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നെങ്കിൽ മാസ്റ്റർ ടൈം ടേബിൾ നമുക്ക് വേണ്ടി വരും. This is the consolidated timetable for the whole school. മൊത്തം സ്കൂളിന് വേണ്ടിയിട്ടുള്ള ഒരു consolidated timetable ആണ് മാസ്റ്റർ ടൈം ടേബിൾ. This will give a complete picture of the work of the school. സ്കൂളിലെ ഫുൾ വർക്കിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് പിക്ചർ ആണ് നമുക്ക് മനസ്സിലാക്കുന്നത്. It should be available with the headmaster. ആരുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക, ഹെഡ് മാസ്റ്ററുടെ കയ്യിലായിരിക്കും. It will be him who teaches a particular class is given the period and what subject he teaches. നമ്മൾ ഏത് ടീച്ചർക്ക് ഏത് ക്ലാസ്സിൽ ഏത് അവർ കൊടുക്കണം, ഏത് സബ്ജക്റ്റ് ആണ് അവർ ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഈ മാസ്റ്റർ ടൈം ടേബിൾ ഉണ്ടാവും. From this, the headmaster can know whether a teacher having leisure or work at a particular point of time. അപ്പൊ ഏത് ടീച്ചർക്കാണ് ഒഴിവ് സമയം എന്നുള്ളത് മനസ്സിലാക്കാനും ഏത് ടീച്ചർക്കാണ് ഇപ്പൊ ക്ലാസ് ഉള്ളതെന്ന് മനസ്സിലാക്കാനും അത് ഹെൽപ്ഫുൾ ചെയ്യും. More to the above, it is better to prepare and maintain different timetables such as ഇപ്പൊ മോളിൽ പറഞ്ഞ 3 ടൈം ടേബിൾ ഒഴികെ താഴെ പറയുന്ന ടൈം ടേബിൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ടീച്ചർക്ക് ലെഷർ ടൈം ടൈം ടേബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവ് സമയം ഏതൊക്കെ ടീച്ചർക്ക് ഇന്ന ടീച്ചർക്ക് ഇന്ന അവർ ഒഴിവാണ്, ഇന്ന ടീച്ചർക്ക് ഇന്ന അവർ ഒഴിവാണ്. ആ ടീച്ചറിന് നമുക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസോ ഇതിൽ വർക്കൊക്കെ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഇനി ആക്ടിവിറ്റി ടൈം ടേബിൾ നമ്മൾ കൂടുതലായിട്ട് ആക്ടിവിറ്റി ആണല്ലോ ഡീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ആക്ടിവിറ്റി ടൈം ടേബിൾ കൊടുക്കാനായിട്ട് പറ്റും. റൂം ടൈം ടേബിൾ ഒരു ക്ലാസ് റൂമിനനുസരിച്ച് ടൈം ടേബിൾ അല്ലെങ്കിൽ റൂമുകൾക്ക് ടൈം ടേബിൾ എന്ന് വെച്ചാൽ ഇന്ന ക്ലാസ്സിൽ ഇന്ന റൂമിൽ ഇന്ന ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നു, അങ്ങനെ ടൈം ടേബിൾ അറേഞ്ച് ചെയ്യും. ഹോംവർക്ക് ടൈം ടേബിൾ, ഹോംവർക്കിന് വേണ്ടിയിട്ട് ടൈം ടേബിൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ CBSE സ്കൂളിലൊക്കെ ഹോംവർക്ക് ടൈം ടേബിൾ അവൈലബിൾ ഉണ്ട്, ഒറിജിനലായിട്ട് ഹോംവർക്ക് ടൈം ടേബിൾ ഉണ്ട്. ഇനി ഇത്രയുമാണ് ടൈം ടേബിളിനെ കുറിച്ച് പറയാൻ പോകുന്നത്. ഇനി ഞാൻ പറയുന്നത് നമ്മളൊരു ജോബിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷനൊക്കെ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ഒരു ആപ്ലിക്കേഷൻ അയക്കണമെന്നുണ്ട് വിചാരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ ആപ്ലിക്കേഷൻ അയക്കും, ഒരു ഫോർമാറ്റ് വേണ്ടേ. ആ ഒരു ഫോർമാറ്റ് ആണ് നമ്മൾ കാണുന്നത്. റൈറ്റിംഗ് എ ആപ്ലിക്കേഷൻ ഫോർ എ ജോബ്, ഒരു ജോബിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ലെറ്റർ ആണ്. ഇതൊക്കെ നമുക്കറിയാം എന്താ പറയാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തില് എന്താ പറയാ ആപ്ലിക്കേഷൻ എന്താ പറയാ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഡീറ്റെയിൽസും ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരൊക്കെ അടിച്ചിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ഫോം ആണെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. പക്ഷെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. അപ്പോ നമ്മൾ സ്വന്തമായിട്ട് ഫോർമാറ്റ് ഒക്കെ നോക്കിയിട്ടൊക്കെ ആയിരുന്നു ആപ്ലിക്കേഷൻ ലെറ്റർ ഒക്കെ പ്രിപ്പയർ ചെയ്തത്. അപ്പൊ ആ ഫോർമാറ്റ് ആണ് നമ്മൾ കാണുന്നത്. ഫ്രം എന്ന് വെച്ചാൽ നമ്മുടെ പേര്, അഡ്രസ്, ഡീറ്റെയിൽസ്. ടു ആർക്കാണ് കറസ്പോണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കറസ്പോണ്ടന്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡിനാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര്, ഡീറ്റെയിൽസ്, അഡ്രസ്. സബ്ജക്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ദ ടീച്ചർ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നൊരു ഒരു ആക്ടിവിറ്റി ആണ് ഈ ആപ്ലിക്കേഷൻ ലെറ്റർ എഴുതാം. അതേപോലെ തന്നെ എന്താണ് ജോബിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യാം. അപ്പോ ചെയ്യാത്തവരാണെങ്കിൽ
നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ കോഴ്സ് ഈ മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കും അല്ലെ. മെയ് അവസാനത്തോടെ എക്സാം ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ജോബ് കോഴ്സ് കംപ്ലീറ്റ് ആകും. സോ നിങ്ങൾ മാക്സിമം ജൂണിൽ തന്നെ എന്ത് ചെയ്യാൻ നോക്കാം, ഇന്റേൺഷിപ്പ് ആവട്ടെ അല്ലെങ്കിൽ ട്രെയിനിങ് ആവട്ടെ കയറാനായിട്ട് നോക്കാം. കാരണം നമ്മൾ സമയം കളയണ്ട. കാരണം ഇനി ടൈമില്ല നമുക്ക്. നമ്മളിനി പ്ലേസ്ഡ് ആവാൻ ടൈമായി. നമ്മൾ പഠിക്കേണ്ട ടൈമൊക്കെ കഴിഞ്ഞു, പഠിക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞു. ഒരു ആക്ടിവിറ്റീസും കൂടി ഉള്ളൂ. അത് നമ്മൾ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കും. ഇനി എക്സാമും കാര്യങ്ങളാണ് അതിന്റെ ഒരു പാർട്ട്, അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കാം വേക്കൻസീസ് ഉണ്ടോ, നിങ്ങളുടെ അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള വേക്കൻസി ഉണ്ടോ, അവർക്ക് നമ്മൾ ട്രെയിനിങ് എടുക്കാൻ താല്പര്യമുണ്ടോ, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, സബ്ജക്ട് പറ്റിയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ പറ്റും. എനിക്കിപ്പോ പോകാൻ പറ്റാത്ത കണ്ടീഷനാണ്, പ്രഗ്നന്റ് ആയതുകൊണ്ടേ ആ ഒരു ടൈം. അത് കുഴപ്പമില്ല. അപ്പോൾ അതനുസരിച്ച് നോക്കിയാൽ മതി. അല്ലാത്തവരുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പോകാനായിട്ട് പറ്റുന്നവരെ വെച്ചാല് ജൂൺ കഴിഞ്ഞിട്ട് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പോകാന്ന് പറയുമ്പോഴേക്കും ഒത്തിരി വേക്കൻസി എന്തായിരിക്കും ഫില്ലായിട്ടുണ്ടാവും. ജൂണിന് മുമ്പ് ഈ മാസങ്ങളിൽ ഇപ്പം ഏപ്രിൽ കഴിഞ്ഞ് മെയ്യിലേക്ക് വരാണ്. നിങ്ങൾ ഇന്റർവ്യൂവിന് പോക്കോ, ഇന്റർവ്യൂവിന് പോയിട്ട് നിങ്ങളുടെ സ്കില്ല് ഓക്കെ ആണെങ്കിൽ മാത്രം അവരെടുത്താൽ മതി. പറഞ്ഞാൽ മതി എനിക്കൊരു കോഴ്സ് ചെയ്യാണ്, അതായത് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യാത്തവരാണെങ്കിൽ മാക്സിമം ഇന്റേൺഷിപ്പിന് കയറാനായിട്ടുള്ള നല്ല ടൈമാണ്. കാരണം നമ്മൾ 3 മാസത്തേക്കായിരിക്കും ചിലപ്പോൾ അവർ നമ്മളെ ഇന്റേൺഷിപ്പിന് എടുക്കുന്നത്. 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മളെ ഇഷ്ടമാകാണ്, അല്ലെങ്കിൽ നമ്മളെ ടീച്ചിങ് ഇഷ്ടമാവാണെങ്കിൽ അവർ നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറയും. അപ്പൊ നിങ്ങൾ മാക്സിമം സെർച്ച് ചെയ്തോണ്ടിരിക്കുക. പറ്റാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഫ്രീ ആവുമ്പോൾ ട്രെയിനിങ്ങിന് പോയാൽ മതി. നമ്മള് ബാക്കിയുള്ളവര് വേസ്റ്റ് ചെയ്യരുത്. ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർ പ്രഷ്യസ് ആണ്. ഇനി എന്നിട്ട് നമ്മള് സാലുറ്റേഷൻ കൊടുക്കുകയാണ്. റെസ്പെക്റ്റഡ് സാർ ഓർ മാഡം, ഐ കെയിം ടു നോ ദാറ്റ് there is a vacancy for the teachers post. ഞാൻ ഇവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു. ഐ അപ്ലൈ മൈസെൽഫ് ഫോർ ദ സെയിം. ഞാൻ ആ ഒരു വേക്കൻസിക്ക് വേണ്ടി ഞാൻ തന്നെ എനിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാണ്. മൈ ബയോഡാറ്റ ഈസ് ടു ബി ഓവർലാപ്പ്. നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. being considered for the post, I will send a post. അതുകൊണ്ടാണ് ഞാൻ ഒരു പോസ്റ്റ് അയക്കുന്നത്. I will send sincere and result oriented hard work for the development of your school. ഞാൻ എന്തായാലും നിങ്ങൾ സ്കൂളിന് വേണ്ടിയിട്ട് നല്ല സിൻസിയർ ആയിട്ട് നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ട് വർക്ക് ചെയ്യും. താങ്ക് യു, ഫെയ്ത്ത്ഫുള്ളി, സിഗ്നേച്ചർ, ഡേറ്റും പ്ലേസും ഇടാം. ഇതാണ് ഒരു ആപ്ലിക്കേഷൻ ലെറ്ററിന്റെ ഒരു ഫോർമാറ്റ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ വരുന്നത് ആപ്ലിക്കേഷൻ ലെറ്റർ ഒക്കെയാണ്. ലീവ് ലെറ്റർ ആണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, ലീവ് ലെറ്റർ കൊടുക്കുകയാണ്. നെയിം ഓഫ് ദ ടീച്ചർ, പോസ്റ്റ് കോഡ്, ഹെഡ് ഓഫ് ദ ലീവ്, ഡേറ്റ് ഓഫ് ദ ലീവ് റിക്വയർഡ്, റീസൺ എന്താണ്, പെർമിറ്റഡ് നമ്പർ ഓഫ് ലീവ്. നമുക്ക് കൂടുതൽ ടൈമിലേക്ക് ലീവ് ഒക്കെ എടുക്കാണെങ്കിൽ ആ ഡേയ്സ് ലീവ് ഓൾറെഡി ടേക്കൺ ബിഫോർ ദിസ്. ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇയർലി ലീവ് ഉണ്ടാവും ചിലപ്പോൾ. അപ്പൊ ഇയർലി ലീവ് ആണെങ്കിൽ എത്ര ലീവ് എടുത്തിട്ടുണ്ട് അതിന് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കാറുണ്ട്. ഇനി ഓഫീസ് യൂസിന് ലീവ് പെർമിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് റെസ്പോൺസ് അയക്കുന്ന ഒരു ലെറ്റർ ആണ് ഓഫീസ് യൂസ്. ലീവ് പെർമിറ്റഡ് ആണെങ്കിൽ പെർമിറ്റഡ് എഴുതിയിട്ടുണ്ടാവും, നോട്ട് പെർമിറ്റഡ് ആണെങ്കിൽ നോട്ട് പെർമിറ്റഡ്. ഡേറ്റ് ഓഫ് പെർമിഷൻ എത്ര ദിവസത്തേക്കാണ് നമുക്ക് ലീവ് പെർമിറ്റ് ചെയ്തിരിക്കുന്നത്. ലീവ് വിത്ത് പേ ഓർ ലോസ് ഓഫ് പേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സാലറി ഇൻക്ലൂഡിങ് സാലറി. ഇപ്പോൾ ഡെലിവറിയുടെ കേസ് ആണെങ്കിൽ നമുക്ക് ഒരു 3 monthsോളം എനിക്ക് തോന്നുന്നു ഇൻക്ലൂഡിങ് സാലറി ലീവ് ആണ്. ബാക്കിയുള്ളതായിരിക്കും ലോസ് ഓഫ് പേ ആയിരിക്കും. നെയിം ഓഫ് ദ സ്കൂൾ, വെദർ ദ സെപ്പറേറ്റ് അക്സെപ്റ്റൻസ് ലെറ്റർ ഫോർ ദ ലോസ് ഓഫ് ദ പേ ഇസ് അറ്റാച്ച്ഡ് ചെയ്തിട്ട് അങ്ങനത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ നമുക്ക് റിപ്ലൈ തരും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡെവലപ്മെന്റ് പ്രൊഫൈലാണ് ഞാൻ പറഞ്ഞത്. ഒരു കുട്ടിയുടെ ഈ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ക്രിയേറ്റീവ് ഡെവലപ്മെന്റ്, എല്ലാ കാര്യങ്ങളും എന്തിൽ എഴുതിയിട്ടുണ്ടാവും, ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ എഴുതിയിട്ടുണ്ടാവും. ദെൻ ഞാൻ പറഞ്ഞ ടൈം ടേബിൾ ആണ്. ടൈം ടേബിളിനെ കുറിച്ച് പറഞ്ഞു, കണ്ടന്റ്സ് ഓഫ് ടൈം ടേബിളിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ടൈപ്സ് ഓഫ് ടൈം ടേബിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ആപ്ലിക്കേഷൻ ലെറ്ററിനെ കുറിച്ച് പറഞ്ഞു, ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിനെ കുറിച്ച് പറഞ്ഞു. ദെൻ ലീവ് ആപ്ലിക്കേഷൻ ലെറ്ററും തിരിച്ച് റെസ്പോൺസും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതോടെ ഈ ഒരു ടെസ്റ്റിലെ എന്റെ എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞു. ഡെവലപ്മെന്റ് പ്രൊഫൈല് ഞാൻ ഓരോന്നും ഞാൻ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എടുത്തത് എന്നൊരു ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊന്ന് പറയാം. എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം. ഞാൻ ഫസ്റ്റ് എടുത്ത പാർട്ടിയിൽ നിന്ന് 3 ചാപ്റ്റേഴ്സ് ആണ് എടുത്തത്. കോമൺ ചൈൽഡ് ഡിസീസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് പറഞ്ഞാൽ മതി.
കോമൺ ചൈൽഡ് ഡിസീസും ഫസ്റ്റ് എയ്ഡും ചൈൽഡ് വെൽഫെയർ ആണ് എടുത്തത് അല്ലെ? ഓക്കെ. അത് കഴിഞ്ഞ് വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ മൊഡ്യൂൾ 1-നെ 1, 2, 3, 4, 5, 6 പേപ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എത്ര പേപ്പറാണ്? 6 പേപ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഫസ്റ്റ് പേപ്പർ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആണ്. സെക്കൻഡ് പേപ്പർ ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. സെക്കൻഡ് പേപ്പറിന്റെ പേരെന്താണ്? ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. നമ്മളുടെ പാർട്ട് 2-ലെ യൂണിറ്റ് 1 മുതൽ യൂണിറ്റ് 5 വരെയാണ് ചൈൽഡ് ഡെവലപ്മെന്റ് വരുന്നത്. യൂണിറ്റ് 1 മുതൽ യൂണിറ്റ് 5 വരെ. ഓക്കെ. ഓക്കെ. ദെൻ തേർഡ് പേപ്പർ സൈക്കോളജി ആണ്. അത് 6th യൂണിറ്റ് മുതൽ 10th യൂണിറ്റ് വരെയാണ് സൈക്കോളജിയിൽ വരുന്നത്. മിസ്സേ ഇതൊക്കെ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് ഏതൊക്കെ ചാപ്റ്റർ ആണ് ഏതൊക്കെ പാർട്ടിലാണ് വരുന്നതെന്ന് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ഏതൊക്കെ ചാപ്റ്റർ ഇപ്പൊ ഇന്ന പേപ്പർ എന്ന് പറയുമ്പോൾ ഇന്ന ചാപ്റ്റർ നമ്മൾ കവർ ചെയ്യാനുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലാൻ വേണം. ഫസ്റ്റ് പാർട്ടിൽ 3 ചാപ്റ്റർ എടുത്തു. സെക്കൻഡ് പാർട്ടിൽ ഞാൻ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ ഡെവലപ്മെന്റ്, മോട്ടോർ ഡെവലപ്മെന്റ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് എടുത്തിട്ടുണ്ട് അല്ലെ? 4 ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. ദെൻ സൈക്കോളജിയിലേക്ക് വരാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് നീഡ്സ് മാത്രം എടുത്തിട്ടുള്ളൂ അല്ലെ? ഞാൻ റെസ്പോണ്ട് ചെയ്യും. മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് 4 ചാപ്റ്റർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നോർമലൈസേഷൻ ആൻഡ് ക്രിയേഷൻ, സൊസൈറ്റി ഓഫ് പ്രൊവിഷൻ, മൊമെന്റ്സ്, ടെൻഡൻസി ഓഫ് മാൻ എടുത്തിട്ടുണ്ടോ ഞാൻ? എടുത്തായിരുന്നു. അതിന്റെ മോക്ക് ടെസ്റ്റ് ആണോ? ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ അത് കണ്ടില്ല. ടെൻഡൻസീസ് ഓഫ് മാൻ ഇല്ലാത്ത പോലെ തോന്നുന്നു. ഉണ്ട് തന്നിട്ടുണ്ട്. മാൻ തന്നിട്ട് മിസ്സായി പോയതാണ് മൂമെന്റ്സ് അല്ലെ? രണ്ടും ഒരുമിച്ച് കിടക്കണം. ഓക്കേടാ. മൂമെന്റ്സ് മാത്രമേ മിസ്സായിട്ടുള്ളൂ. ഞാൻ തന്നേക്കാം. ദെൻ മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റിലെ കമ്മ്യൂണിക്കേഷൻ, ഡെവലപ്മെന്റ് പ്രൊഫൈല്, ഗുഡ് മാനേഴ്സ്, സൂപ്പർവൈസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്, മാൻ ആൻഡ് എൻവയോൺമെന്റ് ചാപ്റ്റേഴ്സ് ആണ് എടുത്തിരിക്കുന്നത് അല്ലെ? അത് കറക്റ്റ് ആണ്. 5, 4, 5, 6. അപ്പോ ബാക്കിയുള്ളത് ജിഷ് ടീച്ചറിന്റെ പോർഷൻ ആണുള്ളത്. ആദ്യ ടീച്ചർ കംപ്ലീറ്റ് ആക്കിയോ പോർഷൻ? ഒരു ദിവസം കൊണ്ട് എടുത്താൽ തീരുമെന്നാ പറഞ്ഞേ. ഒരു 1.25 മണിക്കൂർ കൊണ്ട്. ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ലേ? ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മളുടെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ മാക്സിമം ഇത് നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എഫേർട്ടാണ്. അപ്പൊ ഞാൻ ഇന്ന് റിവിഷൻ തരാൻ പോകുന്നത് കോമൺ ചൈൽഡ് ഡിസീസ് ആണ്. നിങ്ങൾ മുമ്പ് എഴുതിയ എക്സാം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ക്വസ്റ്റ്യൻസിന്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. കുറച്ച് വ്യത്യാസം, കുറച്ച് നമ്പേഴ്സ് കൂടുതലുണ്ടാവും. റിവിഷൻ ആണല്ലോ, അപ്പൊ കുറച്ച് നമ്പേഴ്സ് കൂടുതലുണ്ടാവും, ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. ഒന്ന് റീഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ നോക്കാം. ഒരു മൂന്ന് ചാപ്റ്റർ ചെയ്തു. കോമൺ ചൈൽഡ് ഡിസീസിനും ഫസ്റ്റ് എയ്ഡിനും ചൈൽഡ് വെൽഫെയറിനും കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ, അത് തരാൻ പറയാം. ഞാൻ എഴുതി വെക്കട്ടെ. ഓക്കെ, അത്രയും കാര്യങ്ങൾ തരാം. അപ്പൊ ഇന്ന് നമുക്ക് 4 MCQ തരാം. ഇനി ലാസ്റ്റ് ക്ലാസ് അല്ലല്ലോ, ഞാനൊരു മെറ്റീരിയൽസ് ഞാൻ കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. ടൈം ഉണ്ടല്ലോ. ഓക്കെ, ഞാനപ്പോ പിങ്ക് കവറും കളറിംഗ് ബോക്സും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, കളർ ടാബ്ലറ്റ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. 1 മിനിറ്റ് കേട്ടോ, മിണ്ടാതെ ഇരിക്കാം നല്ല കുട്ടികളായിട്ട്. ഓക്കെ, ഞാൻ മെറ്റീരിയൽ എടുത്തുകൊണ്ട് വരാം.
1 മിനിറ്റ് ഇട്ട് അതൊന്ന് അറേഞ്ച് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ മാം. ചാർട്ട് പേപ്പർ ചെയ്ത് കാണിച്ചില്ല അല്ലേ? ഞാനല്ലേ പറയുന്നത്? അതെ, ആൽഫബറ്റ്സ് ചെയ്തിട്ടുണ്ടോ നിങ്ങള്? ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പിൻ ചെയ്യാന്ന. അങ്ങനെ പേരയക്കുകയാണെങ്കിൽ ഞാൻ പിൻ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ അറേഞ്ച് ചെയ്യുന്നതിന് ടൈം ഉണ്ടല്ലോ, അപ്പൊ നിങ്ങളൊന്ന് പ്രസന്റ് ചെയ്താൽ മതി. ഓക്കെ, ആരാണ് 5? നോക്കട്ടെ, 1 മിനിറ്റ്. 5-നെയാണ് ഫസ്റ്റ് പ്രസന്റ് ചെയ്യണേ കേട്ടോ. ഓക്കെ, 5 കോള് മറ്റേ വീഡിയോ പോസ് ചെയ്ത് വെച്ചിരിക്കുക തോന്നുന്നു. ഓക്കെ, ഞാൻ ക്യാമറ ഇത് ഓക്കെ, കുഴപ്പമില്ല, ഞാൻ കേൾക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ലേ? മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യുന്നോണ്ട് എല്ലാവരുടെയും മാം ഓക്കെ എല്ലാവരുടെയും ഓക്കെ ഓക്കെ. നേരത്തെ വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. നേരത്തെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നേ. അല്ല, ആരായിരുന്നു? ഓക്കെ, ഞാനിപ്പോ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ, വീഡിയോ മാറ്റിയിട്ടുണ്ട്. നമുക്കപ്പോ കാണാൻ പറ്റും. ഒന്ന് നോക്കി നിങ്ങള്. അഞ്ജന, ഇപ്പൊ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ നോക്കി? ഒരു മിനിറ്റ് മാം. ഓക്കെ കാണുന്നുണ്ട് മാം. റോൾ ചെയ്ത് പോവാണ്, അത് ഞാൻ നേരത്തെ ഇതാക്കിയത് കൊണ്ടേ. ഓക്കെ, കുഴപ്പമില്ല. നമ്മള് ഡബിൾ സൈഡിലെ ക്രീപ്പ് യൂസ് ചെയ്തിട്ടത് ബോർഡിലോ പിടിച്ചാൽ മതി. നമുക്ക് പോകുമ്പോ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോ ഓക്കെ. നല്ല നന്നായിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ വരച്ചതാ മാം, കുഞ്ഞിതായി പോയി. എനിക്ക് തോന്നിയത് ഇമേജ് കട്ട് ചെയ്താൽ മനസ്സിലാ, മനസ്സിലായി. നന്നായിട്ടുണ്ട്. ഓക്കെ, നമ്പേഴ്സ് എഴുതിയിട്ടുണ്ടോ? ഉണ്ട് നമ്പേഴ്സ് ഞാൻ പറഞ്ഞു. ഓക്കെ, നമ്പേഴ്സ് കാണിച്ചു കേട്ടോ. ഓക്കെ മാം. നന്നായിട്ടുണ്ട് കേട്ടാ മനസ്സിലാക്കില്ലേ? കൗണ്ട് ചെയ്യാം നമുക്ക്. കളർ ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടാ. നന്നായിട്ടുണ്ട്. താങ്ക് യു മാം. നെക്സ്റ്റ് ആരാണ്? 5 കഴിഞ്ഞ് കഴിഞ്ഞാല് അർഫ. ഓക്കെ, ഞാൻ പിൻ ചെയ്യാം അർഫ. നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. നമ്പേഴ്സ് ഓക്കെ, സ്മോൾ ലെറ്റർ അല്ലേ? നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. കൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ടുണ്ട് കേട്ടോ. പിങ്കി, ഈ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ട്രെയിനിങ്ങിന് വേണ്ടി പോകുമ്പോൾ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, പിങ്കി പ്രസന്റ് ചെയ്തോടാ. മോനെ കാണാലോ. ഓക്കെ, ഓക്കെ,
ഓക്കെ ഇടാം. ഓക്കെ, ഇങ്ങനെ കാണിച്ചാൽ മതിയടാ, എല്ലാരും ഓരോന്നും എടുത്ത് കാണിക്കണ്ട. നെക്സ്റ്റ് നമ്പേഴ്സോ? ഓക്കെ ഓക്കെ ഓക്കെ, സ്റ്റാർ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. പിങ്കി കഴിഞ്ഞിട്ട് പേര് ഇവിടെ. ഞാനാണോ താഹിറാണോ മാം? ആ താഹിറ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. പ്രസന്റ് ചെയ്തോടാണോ? ചാർട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. താഴെ തന്നെ നമ്പേഴ്സ് എഴുതിക്കണേ. ഇത് വലിയൊരു ചാർട്ടാണ്. ഇനി വേണമെങ്കിൽ കട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാച്ചിട്ട് ഞാന് ഇത് വലിയൊരു ചാർട്ട്. ചാർട്ടാണല്ലോ, കട്ട് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് ക്യാരി ചെയ്തോണ്ട് പോകാനൊക്കെ എളുപ്പമായിരുന്നു. നല്ലതാണ് കേട്ടോ. മായ കാണാൻ പറ്റുന്നുണ്ടോ? ആടെ കാണാം. ആ, ഇത് മടിച്ചിക്കോതെയാണ്, അല്ലാണ്ട് കട്ട് ചെയ്താ ശരിയാണ്. ഓക്കേടാ, നന്നായിട്ട് നല്ലതാണ്. നമ്പേഴ്സ് ഞാൻ ഒറ്റ ഓക്കേടാ. എനിക്ക് വരയ്ക്കാൻ അറിയില്ല മാം, അതുകൊണ്ടാ. കുഴപ്പമില്ല, ഞാൻ ചുമ്മാ പറയാം, എനിക്ക് വരയ്ക്കാൻ അറിഞ്ഞൂടാ, ഞാനും എളുപ്പപ്പണി നോക്കുള്ളൂ. സെലിം? ഞാൻ സ്കെയില് വെച്ച് വരച്ചാൽ പോലും വളഞ്ഞു പോകും മാം. ഓക്കെ, സെലിം ഓക്കേടാ. ആൽഫബറ്റ്സ് ഓക്കെ, നമ്പേഴ്സോ? നമ്പേഴ്സ് വരച്ചിരിക്കാൻ തോന്നുന്നു. ഓക്കേടാ, നന്നായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കേടാ. നമ്പേഴ്സ് ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. അലീന, സോറി ഫാത്തിമ പെൻസിയാണ് കേട്ടോ. ഓക്കെ, നന്നായിട്ടുണ്ട്. നമ്പേഴ്സ് നെക്സ്റ്റ് ഓക്കേടാ ഫാത്തിമ. Then Alina. കാണാമോ മാം? കാണാടാ, നന്നായിട്ടുണ്ട്. നമ്പേഴ്സ് ഇത് വരച്ചതായിരുന്നു മാം. എനിക്ക് തോന്നി, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. എസ്തർ ആടാ, പ്രസന്റ് ചെയ്തോടാ. ഇത് ആൽഫബറ്റിന്റെ കാണാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് എസ്തറിനെ മാത്രമേ കാണാൻ പറ്റും. എസ്തറിനെ മാത്രം ഫ്രണ്ട് ക്യാം ഓണാണ്, ബാക്ക് ക്യാം കാണുന്നില്ല കേട്ടോ. എടാ എസ്തറെ, ക്യാമറ ഓൺ ചെയ്തിട്ട് എന്ത് ചെയ്യാം, റൊട്ടേഷൻ കൊടുക്കുക. മുകളിൽ ആരോ ഉണ്ട്, മുകളിൽ. ഓക്കെ സെറ്റ് വരച്ചിരിക്കാൻ വേണം. മോളൊക്കെ വരച്ചിട്ടുണ്ട്, കേക്ക് വരച്ചിരിക്കുന്നു. ഓക്കെ, നന്നായിട്ടുണ്ട്. ഓക്കെ, നമ്പേഴ്സ് കളർ ചെയ്തിട്ടില്ല അല്ലേ? ഓക്കേടാ, കളർ ചെയ്യണം കേട്ടോ. ശരി.
ജാസ്മിൻ ജസ്മിൻ പേര് പറഞ്ഞതിൽ അതിൽ മിസ്റ്റേക്ക് ഉണ്ടോ? ഓക്കെയാണ്. ഓക്കേടാ. നമ്പേഴ്സ് ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടില്ലേ? മുഷീൻ എന്താ പേര്? ഷിമീർ. എന്താണ്? ഹുസീന. പ്രസന്റ് ചെയ്തോട്ടാടാ. ഓക്കെ നമ്പേഴ്സ് ഓക്കെ സെറ്റ്. ആൽഫബറ്റ്സ് ഓക്കെ. ഓക്കേടാ നന്നായിട്ടുണ്ട് കേട്ടോ. മിഥുന. മിഥുന ഓക്കേടാ. ഓക്കെ നമ്പേഴ്സ് സെറ്റ് കേട്ടോ. അബ്സ. നന്നായിട്ടുണ്ട് കേട്ടോ. ഫാസില. 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 എടാ മോനെ മ്യൂട്ട് ഓൺ ആക്കി കഴിഞ്ഞാലേ എനിക്ക് പിൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എന്നാ പ്രസന്റ് ചെയ്തോ? പ്രസന്റ് ചെയ്യണോ? ക്യാമറ ഓൺ ചെയ്യും. ഓക്കേടാ. ക്യാമറ റൊട്ടേറ്റ് എടുക്കുന്നുള്ള റൊട്ടേഷൻ പോലെ ഒരു ആരുണ്ട്. ക്യാമറ ഓൺ ചെയ്തിട്ട് റൊട്ടേഷൻ. വരച്ചിട്ടൊക്കെയുണ്ടല്ലോ. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കണം. വൈവേക്ക് മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വേണം കേട്ടോ. അവസാന ഓക്കെ. ഞാൻ ക്ലാസ്സിൽ കയറാനുള്ള ഇതില്ലായിരുന്നു, റെസ്റ്റ് ആയിരുന്നു എനിക്ക് 4 മാസം വരെ. അപ്പൊ ഇപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ജിഷാമിസിനെ ഇൻഫർമേഷൻ ചെയ്തായിരുന്നു ഈ കാര്യങ്ങളെല്ലാം. ഞാൻ ഓരോ കാര്യങ്ങള് ചെയ്തുകൊണ്ടിരിക്കണതേ ഉള്ളൂ. അതാണ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും പ്രസന്റ് ചെയ്യാം. ഓക്കെ അഞ്ചു മതിയുടെ അവസാന ടൈം പോലെ ഓരോ വീഡിയോസിന് മിസ്സായിട്ടൊക്കെ ഉണ്ടാവില്ലേ ക്ലാസ്? ക്ലാസ് നോക്കിക്കൊണ്ടിരിക്കണതേ ഉള്ളൂ. ഓക്കേടാ. അത് കണ്ടിട്ട് നിങ്ങൾ ഫോൺ പ്രിപ്പയർ ചെയ്യാട്ടോ. ഒരു ആക്ടിവിറ്റീസ് ഓക്കെ. ഓക്കെ ഓക്കെ അഞ്ചു ഓക്കേടാ. ഇപ്പൊ കാണിക്കാം. ഓക്കേടാ. ഓക്കെ ഓക്കേടാ. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്. പിങ്ക് ടവർ ആരാ കാണിക്കുന്നേ? ഞാനാണ് മാംക്ക് കാണിക്കാൻ പറ്റിണ്ടായിരുന്നില്ല, ഞാൻ ചെയ്തു വെച്ചത്. ഓക്കെ ഓക്കേടാ. പിങ്ക് ടവർ കാണിച്ചു കേട്ടോ. റേച്ചലും നെക്സ്റ്റ് ഓക്കെ തലതിരിഞ്ഞിരിക്കും. ഓക്കെ നല്ല സുഖം. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാം. റേച്ചൽ റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും.
മുകളിൽ ഒരു ആരോ മാർക്ക് പോലെ ഉണ്ട്. തിരിച്ചു കാണിച്ചാലും മതി എന്നാ. ഓക്കെ ഓക്കേടാ. നമ്പേഴ്സ് നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കറക്റ്റ് ആയിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ വേണം വൈബേക്ക് കയറുന്നേക്കാളും മുമ്പായിട്ട്. ഞാൻ മെറ്റീരിയൽസ് നെക്സ്റ്റ് ക്ലാസ് മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ക്ലാസ് ഞാൻ കയറാണെങ്കിൽ മെറ്റീരിയൽസ് ആയിരിക്കും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എല്ലാവരും നന്നായിട്ട് നോക്കാം. ഞാൻ തരുന്ന മോക്ക് ടെസ്റ്റുകൾ നന്നായിട്ട് ചെയ്ത് തന്നെ നോക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ വീക്കിലെ റിവിഷൻ ആണെന്ന് വിചാരിച്ചു. പാർട്ട് 1 ഇതിന്റെ 3 ചാപ്റ്റേഴ്സ് ഞാൻ റിവിഷൻ തന്നിരിക്കുകയാണ്. അതിന്റെ ക്വസ്റ്റ്യൻസ് തരും കേട്ടോ. ഓക്കെ അല്ലേ? ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സൈൻ ഔട്ട് പറയുന്നുണ്ടോ ആരെങ്കിലും? ജസ്റ്റ് താങ്ക് യു പറഞ്ഞാലും മതി. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am.